ടോബി, എന്താണ് കോട്ടയം ജില്ലയിലെ പോളിംഗിന്റെ ഒരു ആവേശം? അത് എത്രത്തോളം ഉണ്ടായിരുന്നു? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പോളിംഗ് ശതമാനം? പ്രജിൻ, പോളിംഗ് ശതമാനം അവസാനമായിട്ട് ഉള്ള ഒരു ഫൈനൽ പോളിംഗ് ശതമാനത്തിലേക്ക് വന്നിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിലും ഇപ്പോഴും വലിയ ക്യൂ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് ഐമനം പഞ്ചായത്തിൽ പോയിരുന്നു. അവിടെ പരിപ്പ് വാർഡിൽ ഈ പോളിംഗ് വലിയ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സിസ്റ്റത്തിന് എന്തോ തകരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 വോട്ടുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലതാമസം അതിങ്ങനെ സമയമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ക്യൂ അവിടെ നമുക്ക് അരമണിക്കൂർ മുമ്പ് കാണാൻ സാധിച്ചു. എന്തായാലും അവിടെയൊക്കെ ഈ ടോക്കൺ കൊടുത്ത് കൂടുതൽ നേരം ആളുകൾക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും സ്ത്രീകളടക്കമുള്ളവർ അവിടെ വലിയ ക്യൂ ആയിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, നഗരസഭകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈരാറ്റുപേട്ട നഗരസഭയിൽ 85% പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന പോളിംഗ് ശതമാനം ഉള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ അനൌദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ വൈക്കം മേഖലയിൽ, ആ കടുത്തുരുത്തി വൈക്കം മേഖലയിലൊക്കെ 70% മുകളിലേക്ക് പോളിംഗ് ശതമാനം പോയിട്ടുണ്ട് എന്ന് കൂടി ലഭിക്കുന്നുണ്ട്. മറ്റ് പഞ്ചായത്തുകളിൽ നോക്കുകയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഈരാറ്റുപേട്ട മേഖലയും അതുപോലെ തന്നെ വൈക്കം മേഖലയിലുമാണ് ഈ പോളിംഗ് ശതമാനം കൂടി നിൽക്കുന്നത്. നഗരസഭകളിൽ നോക്കുകയാണെങ്കിൽ കോട്ടയം, ചങ്ങനാശ്ശേരി പോലെയുള്ള നഗരസഭകളിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നത്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 65% നിലവിൽ പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട്. അതൊരു 70 വരെ അല്ലെങ്കിൽ 73 വരെയൊക്കെ 75 വരെയൊക്കെ പോയേക്കാമെന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും അത്രയും എത്തുമോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും ബാക്കിയാണ്. കാരണം 2020 പോളിംഗ് ശതമാനം 73% അന്ന് കോവിഡിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നുള്ള വിലയിരുത്തലുണ്ട്. പക്ഷേ 2015 പോവുകയാണെങ്കിൽ 78% കോട്ടയത്തെ പോളിംഗ് ശതമാനം. അതുകൊണ്ട് തന്നെ ഈ 2018 സമാനമായ രീതിയിലുള്ള പോളിംഗ് ഇത്തവണ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല നിലവിലെ സാഹചര്യം പോകുന്നത്. മന്ദഗതിയിലുള്ള പോളിംഗ് ആണ്. 60% അടുത്ത ഒരവസ്ഥയായിരുന്നു ഈ 6 മണിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗിക കണക്കുകളിലേക്ക് വരുമ്പോൾ ഒരു 70 അല്ലെങ്കിൽ 75 അതിനടുത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഇനിയും വരാനിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഐമനം പോലെയുള്ള പ്രദേശങ്ങളാണ്, പടിഞ്ഞാറൻ മേഖലയാണ്. അവിടെയൊക്കെ ഇപ്പോഴും വലിയ ക്യൂ ഉണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന SH മൗണ്ടിലാണ്. SH മൗണ്ടിൽ ചെറിയൊരു തർക്കം ഉണ്ടായത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പാലാ നഗരസഭയിൽ ഒരു തർക്കമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ ഒരു കള്ളവോട്ട് ആരോപണം ഉയർന്നു വന്നിരുന്നു. അതിനെതിരെ CPM പരാതിയുമായിട്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കുമരകം പഞ്ചായത്തിലും കുമരകത്തും സമാനമായ രീതിയിലൊരു കള്ളവോട്ട് ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ അതൊരു കള്ളവോട്ടല്ല, അത് മാറി ചെയ്തതാണെന്നുള്ളൊരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ 1-2 പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കോട്ടയം ജില്ലയിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ശാന്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ പോയിട്ടുള്ളത്. വലിയ പോളിംഗിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.